mainly deals with expediency, economics, and environment in design engineering, design for production, design for use, design for sustainability, engineering economics in design, design rights, ethics in design. ഇത്രയാണ് ഈ അഞ്ചാമത്തെ മൊഡ്യൂളിലെ ടോപ്പിക്കുകൾ. ചെറിയൊരു മൊഡ്യൂളാണ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. ഓക്കെ, സോ ഫസ്റ്റ് പാർട്ടായിട്ട് ഡിസൈൻ ഫോർ പ്രൊഡക്ഷൻ ഓർ ഡിസൈൻ ഫോർ മാനുഫാക്ചറിങ്, ദെൻ ഡിസൈൻ ഫോർ യൂസ് ആൻഡ് ഡിസൈൻ ഫോർ സസ്റ്റൈനബിലിറ്റി. സസ്റ്റൈനബിലിറ്റി എന്താ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ് ഒക്കെ നിങ്ങൾ പഠിക്കുന്നതാണ്. സോ ഇത് ഡിസൈനിങ്ങിന്റെ കേസിൽ ഈ പ്രൊഡക്ഷൻ, യൂസ് ആൻഡ് സസ്റ്റൈനബിലിറ്റി എങ്ങനെ കൊണ്ടുവരുന്നു. ദെൻ എഞ്ചിനീയറിംഗ് എക്കണോമിക്സ് ഇൻ ഡിസൈൻ, ഡിസൈൻ്റെ അകത്തുള്ള എഞ്ചിനീയറിംഗ് എക്കണോമിക്സ് മീൻസ് ദ കോസ്റ്റ് ഓഫ് ദ ഡിസൈൻ. How can we control the cost, or what are the factors that determine the cost of a product? ആണ് നെക്സ്റ്റ് ഈ ഒരു മൊഡ്യൂളിൽ വരുന്നത്. ദെൻ റൈറ്റ്സ് റിഗാർഡിംഗ് ഡിസൈൻ, ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട റൈറ്റ്സുകൾ എന്തൊക്കെയാണ്, പാറ്റന്റ് പോലെയുള്ള കാര്യങ്ങൾ, ഡിസൈൻ റൈറ്റ്സ്, അതൊക്കെയാണ് ഡിസൈൻ റൈറ്റ് എന്നുള്ള ടോപ്പിക്കിൽ വരുന്നത്. ആൻഡ് ഫൈനലി എത്തിക്സ് ഇൻ ഡിസൈൻ, ഡിസൈനിൻ്റെ അകത്ത് ഫോളോ ചെയ്യേണ്ട ഡിഫറെന്റ് എത്തിക്കൽ കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്. ഓക്കെ, സോ ഇത്രയാണ് മൊഡ്യൂൾ 5ന്റെ അകത്തുള്ള ഡിഫറെന്റ് കൺസെപ്റ്റുകൾ. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ബിഫോർ സ്റ്റാർട്ടിങ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് കൺകറന്റ് എഞ്ചിനീയറിംഗ്. നമ്മൾ ഓൾറെഡി കൺകറന്റ് എഞ്ചിനീയറിംഗ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. സോ വാട്ട് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് കൺകറന്റ് എഞ്ചിനീയറിംഗ്? Previous module we discussed this concept, concurrent engineering. So what is the concept of concurrent engineering? Anyone on the reply there? What do you mean by concurrent engineering? What do you mean by concurrent engineering? Concurrency എന്ന് പറഞ്ഞാൽ തന്നെയുള്ള കൺസെപ്റ്റ് എന്താ? Concurrent engineering, concurrency. Yes, simultaneously, exactly, that is the point. Simultaneous ആയിട്ട് നമുക്ക് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഡിഫറെന്റ് പ്രൊഡക്ഷൻ സ്റ്റെപ്പുകൾ സൈമുൾട്ടേനിയസ് ആയിട്ട് പാരലൽ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ദാറ്റ് ഈസ് കോൾഡ് concurrent engineering. But we have to perform this concurrent engineering in a controlled manner. Controlled manner അല്ല എങ്കിൽ issues ഉണ്ടാവും. So if we perform the simultaneous operation of different department in a controlled manner, we can achieve high quality product within a limited budget and limited time period. Okay, so this concurrent engineering means it's a multidisciplinary design team works simultaneously and in parallel to design a product. Okay, so like designing, manufacturing, distribution, support, maintenance and disposal, this can be performed parallelly or simultaneously in a controlled manner. That is the concept of concurrent engineering. Okay, so what are the elements of concurrent engineering? That also we discussed. What are the elements of concurrent engineering? Concurrent engineering elements. There are 3 elements in concurrent engineering. So what are the 3 elements in concurrent engineering? This previous class we discussed ചെയ്ത കാര്യം തന്നെയാണ്. ഈ ഒരു മൊഡ്യൂളിന്റെ സ്റ്റാർട്ടിംഗ് എന്നുള്ള രീതിയിൽ കൺകറന്റ് എഞ്ചിനീയറിംഗ് ഒന്ന് ജസ്റ്റ് റിഫ്രഷ് ചെയ്യുന്നു എന്ന് മാത്രം. There are 3 elements in concurrent engineering. What are the 3 elements in concurrent engineering? Previous module നമ്മൾ വാല്യൂ എഞ്ചിനീയറിംഗ്, കൺകറന്റ് എഞ്ചിനീയറിംഗ് ആൻഡ് റിവേഴ്സ് എഞ്ചിനീയറിംഗ് കൺസെപ്റ്റുകൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. സോ ഇൻ കൺകറന്റ് എഞ്ചിനീയറിംഗ് ഇപ്പം പറഞ്ഞതുപോലെ തന്നെ മോർ ദാൻ വൺ പ്രോസസ് or different department can perform simultaneously in a controlled manner. Okay, so what are the different elements of concurrent engineering? Concurrent engineering ന്റെ അകത്ത് കുറച്ച് ഡിഫറെന്റ് എലമെന്റ്സ് ഉണ്ടായിരുന്നു. യെസ്, ഒന്ന് പ്രോസസ് ആണ്. യെസ്, ടെക്നോളജി. One more thing, people. Exactly, people, process and technology. These are the 3 elements in concurrent engineering. People means right
റൈറ്റ് ടൈമിൽ റൈറ്റ് സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സണെ പ്രോപ്പർ പൊസിഷനിൽ യൂസ് ചെയ്താൽ നമുക്ക് ഹൈലി എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റിനെ ലോ കോസ്റ്റിൽ ലോ ടൈം പീരീഡിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് പീപ്പിൾ. പ്രോസസ് മീൻസ് ഓരോ സ്റ്റെപ്പുകളാണ് നമ്മൾ ഇതിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ഓരോ സ്റ്റെപ്പുകളെ നമുക്ക് പ്രോസസ് എന്ന് പറയാം. ദെൻ ടെക്നോളജി, റൈറ്റ് ടൈമിൽ ആ ടെക്നോളജി യൂസ് ചെയ്യാൻ വേണ്ടി അറിയുന്ന സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു കൺകറന്റ് എഞ്ചിനീയറിംഗ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഫൈൻ. Then design for production or design for manufacturing, DFM, design for manufacturing or design for production. DFM means design for manufacturing. So what is design for manufacturing? Design for manufacturing is a design based on minimizing the cost of production or time. Means cost or time, or both cost and time, to market a product while maintaining an appropriate level of quality. So design for manufacturing or design for production means minimizing the cost or time, or both cost and time, without compromising the quality of that product. ഇതിനാണ് ഡിസൈൻ ഫോർ മാനുഫാക്ചറിങ് എന്നുള്ള കൺസെപ്റ്റ് പറയുന്നത്. ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിലും പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? Design for manufacturing or design for production is a design based on minimizing the cost of the product or time, or both time and cost, to market for a product while maintaining an appropriate level of quality. That means without compromising the quality, reducing the cost and time to produce and market that product. That is called design for manufacturing concept. Okay, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് പ്രീവിയസ് മൊഡ്യൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണത്? What is that concept? Anyone just നിങ്ങളുടെ ഐഡിയ ഒന്ന് ഷെയർ ചെയ്തോളൂ. കുറെ പ്രീവിയസ് മൊഡ്യൂളിലും അത്രേ ടോപ്പിക്കുകൾ ഉണ്ടായിട്ടുള്ളൂ. സോ വൺ ഓഫ് ദ ടോപ്പിക് is related to this reducing or the reduction of cost and time. Yes, exactly, value engineering. Okay, so value engineering എന്നുള്ള ഒരു കൺസെപ്റ്റും എന്തായിരുന്നു? കോസ്റ്റിനൊക്കെ മാക്സിമം ആൾട്ടർനേറ്റീവ്സ്, മെറ്റീരിയൽസ് ആൻഡ് മെത്തേഡ്സിന്റെ ആൾട്ടർനേറ്റീവ്സ് യൂസ് ചെയ്തിട്ട് കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആയിരുന്നു വാല്യൂ എഞ്ചിനീയറിംഗ്. ഓക്കെ, so this design for production is almost a similar concept. Means here also based on minimizing the cost of production, also the time of production, while maintaining an appropriate level of quality. That means without compromising the quality of the product. And this DFM or design for manufacturing begins with the formation of design team. It begins with the formation of design team, and this design team is a multidisciplinary team. What do you mean by multidisciplinary team? Multidisciplinary team means അതിൽ പല ടൈപ്പിലുള്ള ആൾക്കാരുകൾ ഉണ്ടായിരിക്കും. ലൈക്ക് എഞ്ചിനീയേഴ്സ്, മാനുഫാക്ചറിംഗ് മാനേജേഴ്സ്, ലോജിസ്റ്റിക്സ് സ്പെഷ്യലിസ്റ്റ്, കോസ്റ്റ് അക്കൗണ്ടൻസ് ആൻഡ് മാർക്കറ്റിംഗ് പേഴ്സൺസ്, സെയിൽസ് പ്രൊഫഷണൽസ്, ഇവരൊക്കെ ചേർന്ന ഒരു ടീമായിരിക്കും ഈ DFM-ൽ ഉണ്ടായിരിക്കുക. സോ DFM begins with the formation of a team, and this team includes persons from multidisciplinary areas like engineers, manufacturing managers, logistics specialists, cost accounts, marketing persons and sales professionals. Okay, and they have to bring their particular interest and experience to design that product and market that product. And most of the cases they must move beyond their primary expertise. Okay, so that's about design for manufacturing. And there are 6 steps in DFM, or the basic methodology for DFM includes 6 steps. The first one is estimate the manufacturing cost for a given design alternative. Estimate the manufacturing cost for a given design alternative. ഒരു ഡിസൈൻ ഉണ്ടെങ്കിൽ അതിന്റെ ഡിസൈൻ ആൾട്ടർനേറ്റീവിന്റെയും മാനുഫാക്ചറിംഗ് കോസ്റ്റ് ഒന്ന് എസ്റ്റിമേറ്റ് ചെയ്യാം. Reduce the cost of components. കമ്പോണൻസിന് സിമിലർ പ്രോപ്പർട്ടി ഉള്ള ലെസ് കോസ്റ്റ് ആയിട്ടുള്ള മറ്റൊരു കമ്പോണന്റ് കൊണ്ട്, മറ്റൊരു മെറ്റീരിയൽ കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? അങ്ങനെയൊക്കെ
അനലൈസ് ചെയ്തിട്ട് റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് കമ്പോണന്റ്, റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് അസംബ്ലി. വാട്ട് യു മീൻ ബൈ അസംബ്ലി? അസംബ്ലി ചെയ്യുക അല്ലെങ്കിൽ അസംബ്ലി എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് യു മീൻ ബൈ അസംബ്ലി? ഓർ നിങ്ങളുടെ സിസ്റ്റം ഒക്കെ അസംബിൾ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നുണ്ടാവുക? What do you mean by assembly or assembling a product? മെയിൻലി നിങ്ങളുടെ കയ്യിലൊക്കെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ആ സിസ്റ്റം ഒക്കെ ഡെസ്ക്ടോപ്പ് ഉണ്ടെങ്കിൽ അതൊക്കെ അസംബിൾ ചെയ്തായിരിക്കും മോസ്റ്റ് ഓഫ് ദ കേസ്. പല പാർട്സുകൾ വാങ്ങിയിട്ട് അതിനെ അസംബിൾ ചെയ്തിട്ട് ഫൈനലായിട്ട് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ്. സോ അങ്ങനെ ഡിഫറെന്റ് പാർട്സ് ഉണ്ടാകും. ഒരു പ്രൊഡക്റ്റിന്റെ പല പാർട്സുകൾ ഉണ്ടാവും. ആ പാർട്സിനൊക്കെ കമ്പൈൻ ചെയ്തിട്ട് വെക്കുന്ന ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നതിനെയാണ് അസംബ്ലിംഗ് എന്ന് പറയുക, ഓർ അസംബ്ലി. സോ how can we reduce the cost of assembly? Reduce the cost of supporting production. Consider the effect of DFM on other objectives. And finally, if the results are not acceptable, reverse the design once again. These are the 6 steps that involved in DFM. Okay. So once again, there are 6 different steps in the methodology for DFM. First one is estimate the manufacturing cost for a given alternative. ഇത് ഇവിടെ നിങ്ങൾ പറയേണ്ട പോയിന്റ് എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് കോസ്റ്റ്. ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു, നമ്മൾ തന്നെ മുന്നേയുള്ള പല ഡിസൈൻസിൻ്റെ അകത്തും പല ആൾട്ടർനേറ്റീവ്സ് കൂടി നമ്മൾ ഡിസൈൻ ചെയ്ത് വെക്കുന്നുണ്ട്. എന്തിനാ ആൾട്ടർനേറ്റീവ്സ് ഡിസൈൻ ചെയ്യുന്നത്? അതിൻ്റെ അകത്തുനിന്ന് ഒരു ബെസ്റ്റ് ആയിരുന്നു നമ്മൾ സെലക്ട് ചെയ്തിരുന്നത്. സോ ഹിയർ ചെക്ക് ദ ആൾട്ടർനേറ്റീവ് ആൻഡ് ഐഡന്റിഫൈ ദ കോസ്റ്റ് ടു പ്രൊഡ്യൂസ് ദാറ്റ് ആൾട്ടർനേറ്റീവ്. ഓർ ആ ഒരു ആൾട്ടർനേറ്റീവ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോസ്റ്റ് എത്രയാണ് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, that is the first step. Estimate the manufacturing cost for a given design alternative. Second one, reduce the cost of components. കമ്പോണൻസിന്റെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. എങ്ങനെയായിരിക്കും കമ്പോണൻസിന്റെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക? സിമിലർ ആയിട്ടുള്ള ലെസ് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുമോ നോക്കുക, വിത്തൗട്ട് കോംപ്രമൈസിങ് ദ ക്വാളിറ്റി. ഓക്കെ, സോ that is about reduce the cost of component. Then reduce the cost of assembly. Assembly means different പാർട്ടുകളെ കമ്പൈൻ ചെയ്തിട്ട് ഫൈനൽ പ്രൊഡക്റ്റ് ആക്കുന്നതിനെയാണ് അസംബ്ലിംഗ് എന്ന് പറയുന്നത്. സോ അതിന്റെ കോസ്റ്റ് എങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും നോക്കുക. റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് സപ്പോർട്ടിംഗ് പ്രൊഡക്ഷൻ. ഈ പ്രൊഡക്റ്റിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പല സപ്പോർട്ടിംഗ് ഫംഗ്ഷൻസ്, സപ്പോർട്ടിംഗ് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. സോ അതിന്റെ കോസ്റ്റ് എങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ നോക്കുക. കൺസിഡർ ദ എഫക്ട് ഓഫ് DFM ഓൺ അതർ ഒബ്ജക്റ്റീവ്. ആൻഡ് ഫൈനലി ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു ഡിസൈൻ നമ്മുടെ കോസ്റ്റ് എക്സ്പെക്ടേഷനെ മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അതിനെക്കാട്ടും എബോവ് ആണെങ്കിൽ, ഇഫ് ദ റിസൾട്ട്സ് ആർ നോട്ട് ആക്സെപ്റ്റബിൾ, റിവേഴ്സ് ദ ഡിസൈൻ വൺസ് അഗൈൻ. ഓർ ആ ഡിസൈനെ ഒന്നുകൂടി റിവൈസ് ചെയ്തിട്ട് ഈ കോസ്റ്റിനെ കൂടി എഫക്ട് ചെയ്യത്തക്ക രീതിയിൽ മോഡിഫൈ ചെയ്യുക. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെന്റ് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ DFM മെത്തഡോളജി. സോ തിങ്സ് ടു കീപ്പ് ഇൻ മൈൻഡ് വൈൽ ഡൂയിങ് DFM. ഈ ഡിസൈൻ ഫോർ മാനുഫാക്ചറിങ് ചെയ്യുന്ന സമയത്ത് ചിന്തിക്കേണ്ട കാര്യങ്ങൾ: കൺസൾട്ട് വിത്ത് എക്സ്പേർട്ട് ഓൺ മാനുഫാക്ചറിങ്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താ? അവരുടെ എക്സ്പീരിയൻസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഡിസൈനിന് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ പല കോസ്റ്റുകളും നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം അവരുടെ എക്സ്പെർട്ടൈസ് വെച്ചിട്ട് അവർക്ക് പല പ്രോഡക്റ്റിന്റെ പാർട്ടുകളും മറ്റൊരു പാർട്ട് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ, മീൻസ് കുറച്ചുകൂടി കോസ്റ്റ് കുറഞ്ഞ ഒരു മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയ പാർട്ട് കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റുമായിരിക്കും. സോ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഒരാൾക്ക് ഇതിനെ പറയാൻ വേണ്ടി പറ്റും. സോ കൺസൾട്ട് വിത്ത് എക്സ്പേർട്ട്. ഓക്കെ, ദെൻ പ്രൊഡക്ഷൻ കോസ്റ്റ് ക്യാൻ യൂഷ്വലി ബി റെഡ്യൂസ്ഡ് ബൈ യൂസിങ് കൊമേഴ്ഷ്യലി അവൈലബിൾ ഇൻപുട്ട് റേദർ ദാൻ കസ്റ്റം പാർട്ട്. കസ്റ്റം പാർട്ടിന് പകരം കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള ഇൻപുട്ടിനെ എടുക്കുക. എന്താണ് കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ട് ഇൻപുട്ട് എടുക്കുന്നത്? സോ അതൊരു ലാർജ് സ്കെയിലിൽ മാനുഫാക്ചർ ചെയ്യുന്നതായിരിക്കും. സോ ലാർജ് സ്കെയിലിൽ മാനുഫാക്ചർ ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് കോഴ്സ് റെഡ്യൂസ് ചെയ്യും. സോ അങ്ങനെയുള്ള പാർട്സുകളൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. ഓൾസോ മസ്റ്റ് ഓൾവേസ് ബി ഡൺ വിത്ത് ദ ക്ലയൻസ് ഒബ്ജക്റ്റീവ് ഇസ് ഇൻ മൈൻഡ്. ക്ലയന്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് കൂടി വെച്ചിട്ട് വേണം നമ്മളിത് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദീസ് ആർ ദ ഡിഫറെന്റ് തിങ്സ് ടു കീപ്പ് ഇൻ മൈൻഡ് വൈൽ ഡൂയിങ് DFM. ഇത്രയാണ് ഡിസൈൻ ഫോർ മാനുഫാക്ചറിങ് ഓർ ഡിസൈൻ ഫോർ പ്രൊഡക്ഷൻ എന്നുള്ള കൺസെപ്റ്റ്.
under വരുന്നത്. Okay, so first of all, what is design for production or design for manufacturing? It's a design based on minimizing the cost of the product or minimizing the time taken to make the product, or the combination of both cost and time. Means reduce the cost and time to produce a product without compromising the quality of the product. That is called design for production or design for manufacturing, and it normally performs with the formation of a design team, where the design team is a multidisciplinary. Multidisciplinary means it includes persons expertised in different areas. It includes engineers, manufacturing managers, logistics specialists, cost accountants, marketing and sales professionals. Okay, and they have to use their experience to perform this design for manufacturing. And what are the different steps involved in design for manufacturing? It includes 6 steps. First step, design alternatives. ഈ ഡിസൈൻ ആൾട്ടർനേറ്റീവ്സ് നമ്മൾ ഒരു ഡിസൈൻ ഉണ്ടാക്കുമ്പോൾ തന്നെ ആൾട്ടർനേറ്റീവ്സ് കൂടി പാരലായിട്ട് ചെയ്തു വെക്കുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലൊക്കെ അത് കണ്ടതാണ്. സോ അങ്ങനെയുള്ള ആൾട്ടർനേറ്റീവ്സിന്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് എത്രയാണ് ഐഡന്റിഫൈ ചെയ്യാം. ദെൻ കമ്പോണൻസിന്റെ കോസ്റ്റ് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ നോക്കുക. റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് അസംബ്ലി, റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് സപ്പോർട്ടിംഗ് പ്രൊഡക്ഷൻ, എഫക്ട് ഓഫ് DFM കൺസിഡർ ചെയ്യാം ഓൺ അതർ ഒബ്ജക്റ്റീവ്സ്, ആൻഡ് if the results are not acceptable, ഈ റിസൾട്ട് ഒന്നും ആക്സെപ്റ്റബിൾ അല്ല എങ്കിൽ നമ്മൾ ഡിസൈൻ ഒന്നുകൂടി റിവൈസ് ചെയ്യേണ്ടി വരും. Okay, so these are the different steps involved in the design for manufacturing concept, and we have to keep in mind different things. We have to consult with the experts and try to use commercially available inputs rather than custom parts, and we have to always we must always be done with the client's objectives in mind. ഇതൊക്കെ ചെയ്യുന്നത് ക്ലയന്റിന്റെ ഒബ്ജക്റ്റീവ് മൈൻഡിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ദീസ് ആർ ദ തിങ്സ് കമ്മിങ് അണ്ടർ DFM, ഡിസൈൻ ഫോർ മാനുഫാക്ചറിങ്. സെക്കൻഡ് വൺ ഈസ് ഡിസൈൻ ഫോർ അസംബ്ലി. ആക്ച്വലി ഡിസൈൻ ഫോർ അസംബ്ലി എന്നുള്ള ഒരു പാർട്ട് കൂടി ഉണ്ട്. ആക്ച്വലി മെയിൻ ആയിട്ട് ഇതിൽ ഡിസൈൻ ഫോർ മാനുഫാക്ചറിങ് ഓർ ഡിസൈൻ ഫോർ പ്രൊഡക്ഷൻ, ഡിസൈൻ ഫോർ യൂസ് ആൻഡ് ഡിസൈൻ ഫോർ സസ്റ്റൈനബിലിറ്റി ആണ്. There is one more thing, design for assembly. Design for assembly means already പറഞ്ഞിട്ടുണ്ട്. Assembly refers to the way in which various parts, components and subsystems are joined, attached or otherwise grouped together to form the final product. അതിനെയാണ് അസംബ്ലിംഗ് എന്ന് പറയുക. ഓക്കെ, ഒരു പ്രൊഡക്റ്റിന്റെ അകത്ത് പല പാർട്ടുകൾ ഉണ്ടായിരിക്കും. ആ പാർട്ടുകളൊക്കെ എടുത്ത് കമ്പൈൻ ചെയ്ത് ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്ന അതിനെയാണ് അസംബ്ലിംഗ് എന്ന് പറയുക. ഓക്കെ, so this assembly handles parts or components. Okay, then ഈ പാർട്സിനെയും കമ്പോണൻസിനെയും എങ്ങനെ കമ്പൈൻ ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് എങ്ങനെ ഫൈനൽ പ്രോഡക്റ്റ് ആക്കി മാറ്റാം, ഇതാണ് ഡിസൈൻ ഫോർ അസംബ്ലി എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഡിസൈൻ ഫോർ യൂസ്. Design for use mainly involves 2 things, reliability and maintainability. Okay, so design for use consists of 2 things, reliability and maintainability. Reliability means the probability that an item will perform its function under stated condition, and maintenance for a stated measure of a variation. Okay, so ഈ ഒരു reliability കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്റ്റേറ്റഡ് കണ്ടീഷൻ ആണ്. നമ്മൾ എപ്പോഴും ഏതൊരു പ്രൊഡക്റ്റിനെയും സ്പെസിഫൈഡ് കണ്ടീഷനിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള രീതിയിലായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ അണ്ടർ എ സ്പെസിഫൈഡ് കണ്ടീഷൻ ഈ ഐറ്റം എത്രത്തോളം ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു പ്രോബബിലിറ്റിനെയാണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു കമ്പ്യൂട്ടർ ടേംസിലൊക്കെ പറയുകയാണെങ്കിൽ റിലയബിൾ നെറ്റ്വർക്ക് അല്ലെങ്കിൽ റിലയബിൾ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർ സിറ്റുവേഷൻ്റെ അകത്ത് അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം. നമ്മളൊരു മെസ്സേജ് അയച്ചാൽ അത് ലോസ്റ്റ് ആയി പോകാണ്ട് തന്നെ റിസീവറിലോട്ട് എത്തണം. ഓക്കെ, സോ അങ്ങനെയുള്ളതിനാണ് നമ്മൾ റിലയബിലിറ്റി എന്ന് പറയുക. സോ ഇൻ ടേംസ് ഓഫ് ഡിസൈൻ വി ക്യാൻ സേ ദാറ്റ് reliability is the probability that an item will perform its function under stated condition. ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റഡ് കണ്ടീഷനിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ഈ ഡിസൈൻ ചെയ്യുന്നുണ്ടാവുക. സോ അണ്ടർ ദാറ്റ് പെർട്ടിക്കുലർ സ്റ്റേറ്റഡ് കണ്ടീഷൻ ഹൗ വെൽ ദിസ് പ്രോഡക്റ്റ് പെർഫോം എന്നുള്ളതിനെയാണ് റിലയബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇറ്റ്
always measure the reliability of a component or system only under some specified condition. കാരണം നമ്മൾ എപ്പോഴും ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവുക ഏതെങ്കിലും ഒരു സെറ്റ് ഓഫ് സ്പെസിഫൈഡ് കണ്ടീഷന്റെ അണ്ടറിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, സോ ആ കണ്ടീഷനിൽ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതായിരിക്കും നമുക്ക് മെയിൻ ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുക. സോ ദാറ്റ് ഇസ് ദ കൺസെപ്റ്റ് ഓഫ് റിലയബിലിറ്റി. ഓക്കെ, then maintainability. Maintainability means the probability that a failed component or system will be restored or repaired to a specific condition within a period of time. അതായത് മെയിൻറ്റൈനബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ മെയിൻ്റനൻസ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ് മെയിൻ്റനൻസ് എന്നുള്ളത്. ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിനെ പ്രോപ്പറായിട്ട് നമുക്ക് മോണിറ്റർ ചെയ്തിട്ട് പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷനിൽ തന്നെ കൊണ്ടുപോകണം. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്യണം. എന്തെങ്കിലും ഇറേഴ്സ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യണം. അതാണ് മെയിൻ്റെനബിലിറ്റി മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ദ പ്രോബബിലിറ്റി ദാറ്റ് എ ഫെയിൽഡ് കമ്പണന്റ് ഓർ സിസ്റ്റം വിൽ ബി റീസ്റ്റോർഡ് ഓർ റിപ്പയർഡ് ടു സ്പെസിഫിക് കണ്ടീഷൻ വിത്തിൻ എ പീരീഡ് ഓഫ് ടൈം. ഏതെങ്കിലും ഒരു സിസ്റ്റം ഫെയിലായി പോയിട്ടുണ്ടെങ്കിൽ, ഒരു പാർട്ട് ഫെയിലായി പോയിട്ടുണ്ടെങ്കിൽ ഒരു സ്പെസിഫൈഡ് ടൈമിന്റെ ഉള്ളിൽ തന്നെ അതിനെ നമുക്ക് റിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റണം. അതിന്റെ പ്രോബബിലിറ്റിയാണ് നമ്മൾ മെയിൻ്റെനബിലിറ്റി എന്ന് പറയുക. ഓക്കെ, സോ ഇങ്ങനെയുള്ള മെയിൻ്റെനബിലിറ്റി പെർഫോം ചെയ്യാൻ വേണ്ടി നമുക്കൊരു സെറ്റ് ഓഫ് പ്രിസ്ക്രൈബ്ഡ് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കും. ആൻഡ് ദ ഡിസൈനേഴ്സ് ടേക്ക് ആൻ ആക്റ്റീവ് റോൾ ഇൻ സെറ്റിംഗ് ഗോൾസ് ഫോർ ദിസ് മെയിൻ്റനൻസ് സച്ച് എസ് ടൈം ടു റിപ്പയർ, determine the specification for the maintenance and repair activities in order to realize this goal. അതായത് ഒരു എറർ വന്നു കഴിഞ്ഞാൽ, ഒരു ഫെയിലിയർ സംഭവിച്ചു കഴിഞ്ഞാൽ അത് എത്ര പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ എത്ര ടൈമിന്റെ ഉള്ളിൽ സോൾവ് ചെയ്യാൻ പറ്റണം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ഡിസൈൻ ഫേസിൽ തന്നെ, അതായത് മെയിൻ്റനൻസിന്റെ ഗോൾസ് ആയിട്ട് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യണം. മീൻസ് ഇന്ന ഒരു എറർ സംഭവിച്ചാൽ, ഇന്ന ഒരു സിസ്റ്റം ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ഇത്ര ടൈമിന്റെ ഉള്ളിൽ അത് റിപ്പയർ ചെയ്തിരിക്കണം, എന്തൊക്കെ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്തിട്ട് അത് റിപ്പയർ ചെയ്യണം, ഓക്കെ, എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് അതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെക്കണം. ഇതാണ് ഡിസൈൻ ഫോർ യൂസിന്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള മെയിൻ്റെനബിലിറ്റിയിൽ വരുന്നത്. വൺസ് അഗൈൻ, മെയിൻ്റെനബിലിറ്റി മീൻസ് ഒരു സിസ്റ്റം ഫെയിലായി പോയിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു സ്പെസിഫൈഡ് കണ്ടീഷൻ്റെ അകത്ത് റീസ്റ്റോർ ചെയ്യുക അല്ലെങ്കിൽ റിപ്പയർ ചെയ്യുന്ന ആ ഒരു കൺസെപ്റ്റിനെയാണ് മെയിൻ്റെനബിലിറ്റി എന്ന് പറയുക വിത്തിൻ എ പീരീഡ് ഓഫ് ടൈം. സോ ഇത് ചെയ്യാൻ വേണ്ടി സെറ്റ് ഓഫ് പ്രിസ്ക്രൈബ്ഡ് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കും. ഡിസൈനേഴ്സ് ഈ ഡിസൈനിങ്ങിന്റെ സമയത്ത് തന്നെ ഇതിൽ മെയിൻ്റനൻസിന്റെ ഗോൾസ് സെറ്റ് ചെയ്യും. സപ്പോസ് ഇന്ന് ഒരു എറർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ടൈമിനുള്ളിൽ തന്നെ അത് റിപ്പയർ ചെയ്യണം, ഇന്ന സ്റ്റെപ്പുകളാണ് ഫോളോ ചെയ്യേണ്ടത്, ഓക്കെ, ഇന്ന ആക്ടിവിറ്റീസ് ഒക്കെ അതിൽ പെർഫോം ചെയ്യണം, ഓക്കെ, ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്ന കാര്യത്തിനാണ് ഡിസൈൻ ഫോർ യൂസ് എന്ന് പറയുന്നത്. ഒന്ന് റിലയബിലിറ്റിയും രണ്ട് മെയിൻ്റെനബിലിറ്റിയുമാണ്. ആൻഡ് ഈ മെയിൻ്റെനബിലിറ്റിൻ്റെ അകത്ത് വരുന്ന ഇറ്റ് ക്യാൻ ടേക്ക് എ നമ്പർ ഓഫ് ഫോംസ് ഇൻക്ലൂഡിങ് സെലക്ടിങ് പാർട്സ് ദാറ്റ് ആർ ഈസിലി ആക്സസ്ഡ് ആൻഡ് റിപ്പയർഡ്. ഏതൊക്കെ പാർട്സുകൾ നമുക്ക് ഈസിലി ആക്സസ് ചെയ്യാനോ റിപ്പയർ ചെയ്യാനും പറ്റും. പ്രൊവൈഡിങ് റിഡൻഡൻസി സോ ദാറ്റ് ദ സിസ്റ്റം ക്യാൻ ബി ഓപ്പറേറ്റഡ് വൈൽ മെയിൻ്റനൻസ് കണ്ടിന്യൂസ്. മെയിൻ്റനൻസ് നടക്കുന്ന സമയം തന്നെ സിസ്റ്റത്തിനെ ഓപ്പറേറ്റ് ചെയ്യാം, പാരലായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിഡൻഡൻസി പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, മീൻസ് റിഡൻഡൻസി, എന്താ റിഡൻഡൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? റിഡൻഡൻസി എന്ന് പറഞ്ഞാൽ എന്താ? ടെക്നിക്കൽ ടേം ഓർ ദ നോർമൽ മീനിങ്? Redundancy. What do you mean by redundancy? Respond either what you mean by redundancy. Idea share ചെയ്താൽ മതി. Just ആലോചിച്ചാൽ മതി. Providing redundancy so that the system can be operated while maintenance continues. മെയിൻ്റനൻസ് ചെയ്യുന്ന സമയത്തും സിസ്റ്റത്തിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റിഡൻഡൻസി പ്രൊവൈഡ് ചെയ്യുന്നു. സോ ഒരു സിസ്റ്റം ഫെയിലിയർ ആകുമ്പോഴൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് മെയിൻ്റനൻസ് വെക്കുക. അപ്പോഴും സിസ്റ്റത്തിന് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ അവിടെ എന്ത് വേണം? റിഡൻഡൻസി കൺസെപ്റ്റ് ആണ്. ജസ്റ്റ് ബേസിക് കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയുന്ന ഷെയർ ചെയ്താൽ മതി, ഓർ ബേസിക് മീനിങ്.
redundancy. ആർക്കും ഐഡിയ ഇല്ലേ? ഓക്കെ, റിഡൻഡൻസി മീൻസ് നമ്മൾ എക്സ്ട്രാ ഇൻഫർമേഷൻസിൽ എക്സ്ട്രാ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമ്മൾ റിഡൻഡൻസി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു സിസ്റ്റം, ഇപ്പൊ നിങ്ങൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പാർട്ട് ഫെയിൽ ആയി. സോ ആ പാർട്ട് ചെയ്യുന്ന ഫംഗ്ഷൻ തന്നെ ചെയ്യുന്ന മറ്റൊരു പാർട്ട് അതിലുണ്ട് എങ്കിൽ ഈ പാർട്ട് മെയിൻ്റെനൻസ് അല്ലെങ്കിൽ അതിനെ റിപ്പയർ ചെയ്യുന്ന സമയത്ത് ആ രണ്ടാമത്തെ പാർട്ട് യൂസ് ചെയ്ത സിസ്റ്റത്തിന് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഈ ഒന്നാമത്തെ ഫീൽ ആയിട്ടുള്ള പാർട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ റിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ ആ രണ്ടാമത്തെ ആ എക്സ്ട്രാ റിഡണ്ടന്റ് ആയിട്ടുള്ള പാർട്ട് യൂസ് ചെയ്തിട്ട് സിസ്റ്റത്തിന് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് പ്രൊവൈഡിങ് റിഡണ്ടൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സ്ട്രാ ആയിട്ട് ഒരു മെക്കാനിസം പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ടൊരു പാർട്ട് പ്രൊവൈഡ് ചെയ്താൽ മെയിൻ്റനൻസ് നടക്കുന്ന സമയത്ത് ആ രണ്ടാമത്തെ പാർട്ട് യൂസ് ചെയ്തിട്ട് സിസ്റ്റത്തിന് അതിന്റെ വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ കൺസെപ്റ്റ് ഓഫ് പ്രൊവൈഡിങ് റിഡണ്ടൻസി, so that the system can be operated while maintenance continues. Okay, and specifying the preventive or predictive maintenance procedure, number and type of spare parts should be held in inventories in order to reduce downtime when system fails, which means ഏതെങ്കിലും നമ്മുടെ കയ്യിൽ ഉള്ള ഓരോ പാർട്ടിന്റെയും ഇൻവെന്ററി മീൻസ് എത്ര നമ്മുടെ സ്റ്റോറേജിന്റെ അകത്ത് ഈ ഒരു പാർട്ടുകൾ എക്സ്ട്രാ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു പാർട്ട് റെഡ്യൂസ് മീൻസ് ഫെയിൽ ആയി പോയാലും പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഇൻവെന്ററീസിന് ആ പാർട്ട് എടുത്തിട്ട് ഇതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ദാറ്റ് വി ക്യാൻ റെഡ്യൂസ് ദ ഡൗൺ ടൈം, അതായത് സിസ്റ്റം ഫെയിൽ ആയിട്ടുള്ള ടൈമിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മെയിൻ്റനൻസ് എന്നുള്ള കൺസെപ്റ്റിൽ വരുന്നത്. ഓക്കെ, സോ ദ ഡിസൈൻ ഫോർ യൂസ് ഇൻക്ലൂഡ് ടു മെയിൻ കൺസെപ്റ്റ്, reliability and maintainability. Reliability means the probability that an item will perform its function under stated conditions. ഒരു സ്റ്റേറ്റഡ് കണ്ടീഷനിൽ എത്ര നല്ല രീതിയിലാണ് ഈ ഒരു സിസ്റ്റം പെർഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴും ഒരു സ്പെസിഫൈഡ് കണ്ടീഷന്റെ അണ്ടറിൽ മാത്രമേ ഇത് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മെയിൻ്റെനബിലിറ്റി മീൻസ് ഏതെങ്കിലും ഒരു പാർട്ട് ഫെയിൽ ആയി പോയാൽ അതിനെ എത്ര പെട്ടെന്ന് എത്ര നല്ല രീതിയിൽ നമുക്ക് അതിനെ റിപ്പയർ ചെയ്ത് റീസ്റ്റോർ ചെയ്തിട്ട് നോർമൽ പെർഫോമൻസ് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അതാണ് മെയിൻ്റെനബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഈ മെയിൻ്റെനബിലിറ്റിൻ്റെ അകത്ത് നമുക്ക് എത്ര ടൈം കൊണ്ട് റിപ്പയർ ചെയ്യാൻ പറ്റും, എന്തൊക്കെ സ്പെസിഫിക്കേഷൻസ് ആ മെയിൻ്റനൻസിന് വേണ്ടി നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ റൂൾസ് എന്തൊക്കെ ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് മെയിൻ്റെനബിലിറ്റിയിൽ വരുന്നത്. ആൻഡ് എന്തൊക്കെയാണ് ഈ മെയിൻ്റെനബിലിറ്റിനകത്ത് വരുന്നത്, അല്ലെങ്കിൽ മെയിൻ്റെനബിലിറ്റി പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റിഡൻഡൻസി പ്രൊവൈഡ് ചെയ്യും. റിഡൻഡൻസി എക്സ്ട്രാ പാർട്ടുകളെല്ലാം എക്സ്ട്രാ ആയിട്ട് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പാർട്ട് ഫെയിൽ ആയാലും അതിന്റെ റിപ്പയർ അല്ലെങ്കിൽ മെയിൻ്റനൻസ് നടക്കുന്ന സമയത്ത് സിസ്റ്റത്തിന് കെയർഫുള്ളായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓൾസോ ദെൻ ഏതൊക്കെ പാർട്ടുകൾ നമ്മൾ ഇൻവെന്ററീസിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ ഉണ്ടാക്കി വെക്കുക, സോ ദാറ്റ് വി ക്യാൻ റെഡ്യൂസ് ദ ഡൗൺ ടൈം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഡിസൈൻ ഫോർ യൂസ് എന്നുള്ളതിൽ മനസ്സിലാക്കി വെക്കുക. രണ്ട് കാര്യങ്ങളാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുക, ഒന്ന് റിലയബിലിറ്റിയും ഒന്ന് മെയിൻ്റനൻസുമാണ്. ഓക്കെ, ദെൻ ഈ ഒരു പാർട്ട് കൂടി എടുത്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഡിസൈൻ ഫോർ സസ്റ്റൈനബിലിറ്റി. വാട്ട് യു മീൻ ബൈ സസ്റ്റൈനബിലിറ്റി? സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ് ഒക്കെ നിങ്ങൾ പഠിക്കുന്നതല്ലേ? വാട്ട് ഈസ് സസ്റ്റൈനബിലിറ്റി? വാട്ട് യു മീൻ ബൈ സസ്റ്റൈനബിലിറ്റി ഓർ സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ്? എന്തുമായി റിലേറ്റ് ചെയ്തതാണ്? ഡിസൈൻ ഫോർ സസ്റ്റൈനബിലിറ്റി. എന്താ സസ്റ്റൈനബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്?
ലെസർ ഇമ്പാക്ട് ഓൺ എക്സാക്ട്ലി ലെസർ ഇമ്പാക്ട് ഓൺ എൻവയോൺമെന്റ് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കൺസെപ്റ്റ്. സോ ഈ ഒരു അമേരിക്കൻ സൊസൈറ്റി ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് മീൻസ് അവർക്കൊക്കെ എപ്പോഴും ഒരു റൂള് അവർ പറയുന്നുണ്ട്, എഞ്ചിനീയേഴ്സ് ഷാൾ കൺസിഡർ എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഇൻ പെർഫോമിംഗ് ദിയർ ഡ്യൂട്ടീസ്. എപ്പോഴും നമ്മൾ എൻവയോൺമെന്റിനെ ഇത് എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ള ഒരു പാർട്ട് കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഹൗ ദ ഡിസൈൻ ഓഫ് എ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് എഫക്ട് ദ എയർ ക്വാളിറ്റി, വാട്ടർ ക്വാളിറ്റി, എനർജി കൺസപ്ഷൻ ആൻഡ് വേസ്റ്റ് ജനറേഷൻ. നമ്മൾ ഈ പറഞ്ഞ നമ്മൾ ഇത്രയും പല മൊഡ്യൂൾസിലാക്കി പല കൺസെപ്റ്റുകൾ പഠിച്ചിട്ടുണ്ട്. ഈ കൺസെപ്റ്റുകളൊക്കെ വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന പ്രൊഡക്റ്റ്, ഫൈനൽ പ്രൊഡക്റ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് അത് എയർ ക്വാളിറ്റി അല്ലെങ്കിൽ എൻവയോൺമെന്റിനെ ഏതൊക്കെ രീതിയിൽ ഇമ്പാക്ട് ചെയ്യുന്നു, വളരെ ലെസ് ആയിട്ടുള്ള എഫക്റ്റുകൾ മാത്രമേ ഇത് എൻവയോൺമെന്റിൽ ഉണ്ടാക്കാൻ പാടുള്ളൂ. ഓക്കെ, മെയിൻലി കോൺസെൻട്രേറ്റ് ഓൺ ഹൗ ദിസ് എഫക്ട് ഓൺ എയർ ക്വാളിറ്റി, വാട്ടർ ക്വാളിറ്റി, എനർജി കൺസപ്ഷൻ ആൻഡ് വേസ്റ്റ് ജനറേഷൻ. നോർമലി എയർ ക്വാളിറ്റീസ് ആണ് എല്ലാവരും കോമണായി പിക്ക് ചെയ്യുക, ബട്ട് അതിന്റെ കൂടെ തന്നെ നമ്മൾ ഈ പറയുന്ന വാട്ടർ ക്വാളിറ്റി, എനർജി കൺസപ്ഷൻ ആൻഡ് വാട്ടർ വേസ്റ്റ് ജനറേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത്, അതിന്റെ വർക്ക് ചെയ്യുന്ന സമയത്ത് അത് എന്തൊക്കെ ഇമ്പാക്റ്റുകൾ ഇതിൽ ഉണ്ടാക്കുന്നു എന്നത് കൂടി മനസ്സിലാക്കണം. അതിനെയാണ് ഡിസൈൻ ഫോർ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്. എൻവയോൺമെന്റ് ലൈഫ് സൈക്കിൾ അസസ്മെന്റ്. Environmental or life cycle assessment is a tool that was developed to help the product designers understand, analyze and document the full range of environmental effects of design, manufacturing, transport, sale, use and disposal of the product. അതായത് ഒരു പ്രൊഡക്റ്റിന്റെ ഡിസൈൻ മുതൽ അതിന്റെ വർക്കിംഗ് ഏറ്റവും ലാസ്റ്റ് ആ പ്രൊഡക്റ്റ് കഴിഞ്ഞ് ഡിസ്പോസൽ ആവുന്നത് വരെയുള്ള എന്തൊക്കെ എൻവയോൺമെന്റൽ ഇമ്പാക്റ്റുകൾ ഇത് ഉണ്ടാക്കുന്നു എന്ന് അനലൈസ് ചെയ്യാനും ഒക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ലൈഫ് സൈക്കിൾ അസസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഡിസൈൻ ചെയ്തു, ഡിസൈൻ മുതൽ അത് മാർക്കറ്റ് ചെയ്ത് പ്രൊഡക്റ്റ് വർക്ക് ചെയ്ത് തുടങ്ങി അതിന്റെ ഡിസ്പോസൽ വരെയുള്ള സമയത്ത് അത് വർക്കിങ്ങിൻ്റെ അകത്ത് എന്തൊക്കെ എൻവയോൺമെന്റൽ എഫക്റ്റുകൾ ഉണ്ടാക്കുന്നു എന്ന് അനലൈസ് ചെയ്യുന്നതും ഡോക്യുമെന്റ് ചെയ്യാനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളിനെയാണ് ലൈഫ് സൈക്കിൾ അസസ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് 3 മെയിൻ സ്റ്റെപ്സ്: ഇൻവെന്ററി അനാലിസിസ്, ഇമ്പാക്ട് അനാലിസിസ് ആൻഡ് ഇംപ്രൂവ്മെന്റ് അനാലിസിസ്. ഓക്കെ, അത് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് പറയാം. അറ്റ്ലീസ്റ്റ് ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ, ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ? മെയിനായിട്ടും 5th മൊഡ്യൂൾ ഡീൽ ചെയ്യുന്നത് ഡിസൈൻ ഫോർ പ്രൊഡക്ഷൻ, യൂസ് ആൻഡ് സസ്റ്റൈനബിലിറ്റി എന്നുള്ളതാണ് ഇതിന്റെ ഫസ്റ്റ് പാർട്ട്. ഓക്കെ, അതിൽ ഡിസൈൻ ഫോർ പ്രൊഡക്ഷൻ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിസൈൻ ഫോർ പ്രൊഡക്ഷൻ എന്താണ്? ഒരു കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക, അതായത് ഓൾമോസ്റ്റ് ഒരു വാല്യൂ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് കൺസെപ്റ്റ് ആണ് ഡിസൈൻ ഫോർ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അത് എങ്ങനെയൊക്കെ പെർഫോം ചെയ്യാം എന്നുള്ള ഡിഫറെന്റ് സ്റ്റെപ്പുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഡിസൈൻ ഫോർ അസംബ്ലി. അസംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് പാർട്ടുകൾ കമ്പൈൻ ചെയ്ത് ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിനാണ് അസംബ്ലിംഗ് എന്ന് പറയുന്നത്. ഡിസൈൻ ഫോർ യൂസ്. ആ ഡിസൈൻ ഫോർ യൂസ് ഇൻക്ലൂഡ് 2 തിങ്സ്: റിലയബിലിറ്റി ആൻഡ് മെയിൻറ്റെയിനബിലിറ്റി. ആൻഡ് ഫൈനലി ഡിസൈൻ ഫോർ സസ്റ്റൈനബിലിറ്റി. എൻവയോൺമെന്റൽ ഇമ്പാക്ട് എത്രത്തോളമാണ്, അല്ലെങ്കിൽ എത്രത്തോളം എൻവയോൺമെന്റ് ഇമ്പാക്ട് കുറച്ചുകൊണ്ട് നമ്മുടെ ഡിസൈൻസ് ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളതാണ് ഡിസൈൻ ഫോർ സസ്റ്റൈനബിലിറ്റി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ എല്ലാവർക്കും ഓക്കെ ആണോ? ഇന്നത്തെ കൺസെപ്റ്റുകൾ, ടോപ്പിക്കുകൾ, ഒരു ബേസിക് ഐഡിയ ഓക്കെ ആണോ? ഓക്കെ, ഓക്കെ ഫൈൻ, താങ്ക് യു. നിങ്ങളെ അറ്റൻഡൻസ് പറഞ്ഞോളൂ. അഭിരാം ടൈപ്പ് ചെയ്തോളാം. ആഗ്ന, അഖില, അജൽ, ആഗ്ന, ആബ്സെന്റ് ആണോ? ആബ്സെന്റ്. ആകർഷ്, ഗോകുൽ, അക്ഷര, ആൽബിൻ, അഞ്ജിത,
അനുജിത്ത് അനുരാഗ്, അരുണിമ അശ്വിൻ, അശ്വന്ത് അശ്വിൻ കെ, അശ്വിൻ അസ്വൽ, അശ്വന്ത് ടി കെ അശ്വതി, അതുൽ ദീപിക, ദേവിക ഫാത്തിമ, മിസ്ബ ഷഹല, ഷിബിലിയ സുഹറ ഗാദ, ഗോപിക ഇഷ കിരൺ, ഓക്കെ, മാളവിക നബീൽ മോസിന, മോസിൻ ഫഹദ് സദഫ്, മോസിൻ സഹൽ നന്ദന നേഹ, നിഹാരിക നിർമ്മൽ നിവേദിത, നൈനിക പുണ്യ രജത്, സഹില സാരംഗ് ഷഹാന, സാരംഗ് ഷഹാന അബ്സെന്റ് ആണോ? സാരംഗ് അബ്സെന്റ്, ഷഹാന അബ്സെന്റ്, ഷനിൽ ഷോണിൻ സിദ്ധാർത്ഥ് റഹ്മാൻ, ഷനിൽ ഷോണിൻ, ഷോണിൻ ഓക്കെ, സിദ്ധാർത്ഥ് സുനിൽ തരൂർ ശ്രീരജ്, ടൈഫൽ വർഷനാഥ് വിഘ്നേഷ്, വിശ്രുത് പ്രണവ് സീലിയ. ഓക്കെ ഓക്കെ, ബാക്കി നെക്സ്റ്റ് ക്ലാസ് എടുക്കാം. ഓക്കെ, താങ്ക് യു.